നമസ്കാരം. രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ മുദ്രാവാക്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ ഒരുക്കമാണ് കോൺഗ്രസ് ഇതിനായി നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 110 ജില്ലകളിലൂടെ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭാരത് ജോഡോ യാത്ര പോലെ ന്യായ് യാത്രയും കോൺഗ്രസിൻ്റെ ജനപ്രീതി വർദ്ധിക്കാൻ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം. 2022 സെപ്റ്റംബർ 8-ന് കന്യാകുമാരിയിൽ ആരംഭിച്ച് 2023 ജനുവരി 30-ന് കശ്മീരിൽ സമാപിച്ച ഭാരത് ജോഡോ യാത്ര ഇന്ത്യയെ തെക്കുവടക്കായാണ് അടിവെച്ച് അളന്നെടുത്തതെങ്കിൽ ഭാരത് ന്യായ് യാത്ര ഇന്ത്യൻ മണ്ണിലൂടെ കിഴക്ക് പടിഞ്ഞാറായാണ് നീങ്ങുന്നത്. ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് യാത്രയുടെ മുദ്രാവാക്യം പ്രഖ്യാപിച്ചത്. നീതി കിട്ടും വരെ എന്നാണ് മുദ്രാവാക്യം. ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, മാധ്യമ വിഭാഗത്തിന്റെ ചുമതലയുള്ള ജയറാം രമേശ്, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവർ സന്നിഹിതരായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭാരത് ജോഡോ ന്യായ് യാത്ര ജനുവരി 14-ന് ആരംഭിക്കുമെന്ന് ഖാർഗെ പറഞ്ഞു. രാജ്യത്തെ ജനങ്ങൾക്ക് സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക നീതി ലഭിക്കാൻ വേണ്ടിയുള്ള സുപ്രധാന ചുവടാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിശിതമായ ഭാഷയിൽ ഖാർഗെ വിമർശിക്കുകയും ചെയ്തു. കലാപം നടന്ന മണിപ്പൂരിലേക്ക് മോദി ഒരു തവണ പോലും പോയില്ലെന്ന് ഖാർഗെ ചൂണ്ടിക്കാട്ടി. മണിപ്പൂർ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കാനും തയ്യാറായില്ല. പാർലമെന്റിൽ തങ്ങൾ വിഷയം ഉന്നയിച്ചു. എന്നാൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം 146 MP-മാരെ സഭയിൽ നിന്ന് പുറത്താക്കുകയാണ് സർക്കാർ ചെയ്തത്. വളരെ കുറച്ച് മാത്രമാണ് മോദി ലോക്സഭയിൽ വന്നത്. രാജ്യസഭയിൽ വന്നതുപോലുമില്ലെന്നും ഖാർഗെ പറഞ്ഞു. ജനുവരി 14-ന് ആരംഭിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര മാർച്ച് 20-21-ന് അവസാനിക്കും. 110 ജില്ലകളിലൂടെ 6713 കിലോമീറ്ററാണ് യാത്ര കടന്നു പോവുക. 100 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും 337 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും യാത്ര കടന്നുപോകും. മണിപ്പൂരിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര മുംബൈയിലാണ് സമാപിക്കുക. BJP ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളിലൂടെയും യാത്ര കടന്നു പോകുന്നുണ്ട്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, മണിപ്പൂർ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, ബംഗാൾ, ഒഡീഷ തുടങ്ങി നേരത്തെ ഭാരത് ജോഡോ യാത്ര സാന്നിധ്യം അറിയിച്ചിട്ടില്ലാത്ത സംസ്ഥാനങ്ങളാണ് ഇത്തവണ ന്യായ് യാത്ര ലക്ഷ്യമിടുന്നത്. കോൺഗ്രസിന് സാന്നിധ്യം കുറവുള്ള സംസ്ഥാനങ്ങളാണ് മിക്കതും. അതുകൊണ്ട് തന്നെ ഈ യാത്ര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്ന് അറിയാൻ കാത്തിരിക്കണം.